ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചു. വോട്ടെടുപ്പിൽ ബിൽ അവതരണത്തെ 269 അംഗങ്ങൾ പിന്തുണച്ചു. 198 അംഗങ്ങൾ മാത്രമാണ് ബിൽ അവതരണത്തെ എതിർത്തത്. ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബിൽ നിയമസഭകളുടെ അധികാരം കവരില്ലെന്നും ഫെഡറലിസത്തിന് എതിരല്ലെന്നും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും നിയമമന്ത്രി കുറ്റപ്പെടുത്തി. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷം ആവശ്യമുയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതുതന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. ജെപിസിക്കുള്ള പ്രമേയം ജെപിസി അംഗങ്ങളെ തീരുമാനിച്ച ശേഷം അവതരിപ്പിക്കുമെന്ന് നിയമമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ്, DMK, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം അടക്കമുള്ള കക്ഷികൾ ബില്ലിനെ ലോക്സഭയിൽ പ്രതിഷേധമുയർത്തിയപ്പോൾ TDPയും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്നു. ഭരണഘടനയുടെ 129 വകുപ്പ് ഭേദഗതി ബില്ല് 2024, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബില്ല് 2024 എന്നിവയാണ് ഇന്ന് ലോക്സഭയിൽ മുന്നിലെത്തിയ ബില്ലുകൾ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.